Good morning, everyone. Yeah, okay. Unmuted. Morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Okay. Good morning. Yeah, how are you all? Secondary session, Sugana. Fine, miss. What about you? Yeah, always good. How's your sign of the Ade. Okay, Jade is me. എന്തായാലും ക്ലാസ്സിലല്ലോ സമാധാനം അല്ലെ? അങ്ങനെയായിരുന്നോ? കഴിഞ്ഞ ആഴ്ച എവിടെ പോയതാ മിസ്? എന്തോ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, എവിടെ പോയതാന്ന്? അതാ വേറെ ആരും ചോദിച്ചൊന്നുമില്ലല്ലോ എന്നെ കാണാനിട്ട്. കഴിഞ്ഞ ആഴ്ച 2 ക്ലാസ്സും മിസ് ഇല്ലായിരുന്നു. ഞാൻ 2 ക്ലാസ്സും കേറിയില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നില്ല മീൻസ് പോർഷൻസ് ഇതൊക്കെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. അതിന്റെ ക്ലാസ്സിലപ്പോ വേറെ ടീച്ചേഴ്സ് കയറും. മിസ് നമ്മള് ലാസ്റ്റ് നമ്മൾ ഈ റെഗുലർ വെർബിന്റെ മാത്രം നോക്കി, ഇറഗുലർ വെർബും നോക്കി. അവിടെ വരെയല്ലേ നമ്മൾ ലാസ്റ്റ് നിൽക്കുന്നേ? വേറെ ഒന്നും എടുത്തില്ലായിരുന്നല്ലോ ടെൻസ് ഒന്നും. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് ചിലപ്പോ എക്സാം ഡേറ്റ് ഒക്കെ വരുമ്പോ പോർഷൻസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇംഗ്ലീഷിന് എക്സാമിന് ഇല്ലല്ലോ. അപ്പോ സുഖാണോ? മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? മഴയുണ്ടോ? ഈ മഴയാണോ? എന്റെ നാട്ടില് മഴയൊന്നുമില്ല മിസ്. ആണോ? എവിടെയാണ്? നാട് എവിടെയാണ്? ഞാൻ കാസർഗോഡ്. മഴയില്ല? ഇല്ല, ഭയങ്കര ചൂട്. ഞങ്ങൾക്ക് ഇന്നലെയാണ് മഴ കിട്ടിയത്. ആണോ? ഇവിടെ എല്ലാം മഴയുണ്ട്. നല്ല മഴ മീൻസ് മഴയുണ്ടായിരുന്നു, നല്ല കൈവച്ചാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വെറുതെ നമ്മുടെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു വെറുതെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്ന് പ്രൊണൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്നു ഞാൻ ഇല്ല? പിന്നെന്താണ് പ്രസന്റ് ടെൻസ്? പ്രസന്റ് ടെൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? എല്ലാവരും ഏകദേശം പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ ഓരോ ടെൻസും, അതായത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഈ 4 ടെൻസിൽ നിന്ന് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയാം. എക്സാമ്പിളും കൂടെ പറയാം. ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ടെൻസ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഒന്ന് പറയാം. ഓക്കെ ആണോ? നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ആ ടെൻസ് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, ഈസി ആയിരിക്കും പിന്നെ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരാ റസിയാണോ? ഞാൻ നെക്സ്റ്റ് എടുക്കാം മിസ്. വേറെ ആരെങ്കിലും ഫസ്റ്റ് തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ ആരാ പറയാ? ടെൻസിനെ കുറിച്ച് ആരാ പറയാ? ഫസ്റ്റ് ആരാ പറയാ? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് മാത്രം പറയാം. ഓക്കെ, ഓക്കെ ആണോ? എന്നിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് പോവാം. എന്താണ് ഉണ്ടായത്? സൈലന്റ് ആണല്ലോ. എന്തെങ്കിലും പറയാൻ പറയുമ്പോ സൈലന്റ് ആണ്. തെറ്റിയാലും കുഴപ്പമില്ലെന്നേ, പറയൂ. മിസ്സേ, ഞാൻ പിന്നെ പറഞ്ഞാ മതിയല്ലോ? മതി മതി, ആരെങ്കിലും ഒക്കെ പറയൂ നോക്കട്ടെ ഞാൻ. ഓക്കെ മിസ്സേ. ഓക്കെ, അഷ്ന. അഷ്നഷ്ടമി. അഷ്നയാണോ ആഷ്നയാണോ? റെസ്പോൺസ് ചെയ്യില്ല. അശ്വിനി പറഞ്ഞു നോക്കിയാലോ നമുക്ക്? ടെൻസിനെ കുറിച്ചല്ലേ? പ്രസന്റ് ടെൻസിനെ കുറിച്ച്. പ്രസന്റ് ടെൻസിനെ കുറിച്ച്
ഞാൻ നോക്കി. അറിയാം നമുക്ക്. നോട്ട്സ് ഉണ്ടോ കയ്യില്? Okay, yeah, then Grishma Suti. യെസ് മിസ്. പറയാം. ഓക്കെ ആണോ? പറയാം മിസ്. തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. തെറ്റിയൊരു കുഴപ്പമില്ല, പറയൂ. സിമ്പിൾ പ്രസന്റ് എന്തോ പറഞ്ഞോളൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് നമ്മള് ഹാബിറ്റിലായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. ഇതില് റെഗുലർ വെർബും ഇറഗുലർ വെർബ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്താണ് കൺഫ്യൂഷൻ? എന്താണ് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഗ്രീഷ്മ എന്താണ് പറയൂ. ഡൗട്ട് ചോദിച്ചേ. ഡൗട്ട് അല്ല, എനിക്ക് പറഞ്ഞധികം പറയാൻ അറിയത്തില്ല. അറിയാം സംഭവം എന്താ. ഓക്കെ, ഒരു കാര്യം ചെയ്യും. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ ഒന്ന് പറയും. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബാണ്. V1 ഫോം ആണ്. ഒരു എക്സാമ്പിൾ കൂടെ പറയും. എക്സാമ്പിൾ ഓക്കെ, I speak Arabic. I speak Arabic. I speak English. I eat my lunch. Yeah. Okay. Correct. Then present continuous പറയും. അങ്ങനെ ഓരോ ടെൻസിന്റെയും സ്ട്രക്ചറും എക്സാമ്പിളും കൂടെ പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത് നമ്മൾ ആക്ഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നൗ, റൈറ്റ് നൗ അല്ലെങ്കിൽ ടെമ്പററി ആക്ഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V1 പ്ലസ് ING അങ്ങനെയാണ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയാൻ ഐ എം റീഡിങ് എ ബുക്ക്. They are flying to Dubai tomorrow. Then present continuous സ്ട്രക്ചറും എക്സാമ്പിളും പറഞ്ഞു. ഇനി പെർഫെക്റ്റ് പറയും. present perfect and continuous. പ്രസന്റ് പെർഫെക്റ്റ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് I, you, we, they പ്ലസ് have പ്ലസ് V3 ഫോം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഷീ, ഹി, ഇറ്റിന് കൂടെ ഹാസ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ he has lost his passport. I have done my homework. Okay. Then last tense. Last tense പറയൂ. present perfect continuous. അയ്യാ മിസ്, ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. Okay. Yeah. So അതായത് നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോ അറിയാലോ. പ്രസന്റ് എന്താണ്? കറന്റ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസാണ് പ്രസന്റ് ടെൻസ്. അതിൽ തന്നെ 4 ആക്ഷൻസ് ഉണ്ട്. കാരണം 4 ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. മലയാളത്തിലാണെങ്കിൽ ശരി, നമ്മള് ഇപ്പൊ നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും പല രീതിയിൽ പറയാറുണ്ട്, അല്ലേ? ഞാൻ ഞാൻ ഫുഡ് കഴിക്കുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണെന്ന് പറയും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 രീതിയിൽ നമ്മൾ പറയാറില്ലേ മലയാളത്തിലാണെങ്കിലും, അല്ലേ? സോ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നതും ടെൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതും നമ്മൾ കുഞ്ഞിലെ മുതൽ അറിയാതെ പഠിച്ചു വന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ അതിലെ ടെൻസ് ബോധർ ചെയ്യാതെ.
മനസ്സിലായോ? പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല, നമ്മുടെ ലാംഗ്വേജ് പേടിച്ച് പഠിച്ച് അതിന് ഗ്രാമർ ഉണ്ട്, അതിന് ടെൻസ് ഉണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ അറിഞ്ഞ് പേടിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് കുറച്ച് എന്താണ് അപ്രോച്ച് ചെയ്യാൻ ഒരു മടി. മനസ്സിലായോ? കുറച്ചുകൂടെ ഒന്ന് കണക്ട് ആവുന്നില്ല ലാംഗ്വേജ് ആയിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ടെൻസില് നമ്മൾ ഇപ്പൊ മലയാളം പറഞ്ഞ കാര്യം തന്നെ ഇംഗ്ലീഷിൽ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ കഴിക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്. ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, നമ്മുടെ മലയാളത്തില് സൂര്യന് കിഴക്ക് ഉദിക്കുന്നു എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ, അറിയാവുന്നതാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ അത് പറയുന്നത്. മനസ്സിലായോ? ഇനി പ്രസന്റ് നടക്കുന്ന കാര്യം കണ്ടിന്യൂസ്ലി ഇപ്പൊ കറന്റ് എന്താണ് നടക്കുന്നത്, എന്താണോ ചെയ്യുന്നത് അത് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ടെൻസും കൂടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, നിങ്ങൾ പഠിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക, അത് പ്രസന്റിൽ തന്നെ കഴിഞ്ഞൊരു കാര്യമായത് കൊണ്ടാണ് അവർ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലെ. നടന്നുകൊണ്ടിരിക്കുന്ന ആണെങ്കിലോ നിങ്ങൾ പഠിക്കുകയാണ് എന്ന് ഞാൻ പറയും. അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിലും ആ രീതിയിലുള്ള ടെൻസ് യൂസ് ചെയ്യണം. എന്നാലേ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകുമല്ലോ. നമുക്ക് കൺവേ ആവണ്ടേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൺവേ ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ആ ടെൻസ് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ടെൻസ് നന്നായിട്ട് അറിയണം. ഏതൊക്കെ ടെൻസ് എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ വേണം അല്ലെ. അല്ലാതെ എല്ലാ ടെൻസും നമ്മൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് ഒന്നും ആയില്ല. ഇപ്പൊ സ്ട്രക്ചർ എല്ലാവരും ബൈഹാർട്ട് പഠിച്ചു, അതിന് ആ ടെൻസിന്റെ സ്ട്രക്ചർ ആണ്, എക്സാമ്പിൾ ഇതെല്ലാം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ടെൻസ് അല്ലെങ്കിൽ ഇപ്പോട്ടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. നമ്മുടെ കാര്യം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാല് നമുക്കൊന്നും എവിടെയും സംസാരിക്കാൻ പറ്റില്ല. അറിയണം നമ്മൾ എന്താണ്. ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഈ ടെൻസ്. ടെൻസ് നന്നായിട്ട് പഠിക്കാം. കാരണം എല്ലാം പിന്നെ കണക്ട് ചെയ്യുന്നത് ടെൻസിലൂടെ തന്നെയാണ്. ഇനി ടെൻസ് നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും, വേറൊരു പോർഷൻ എടുത്താലും അതില് ടെൻസ് അറിയാതെ ആ പോർഷൻ എടുക്കാനും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ടെൻസ് നന്നായിട്ട് പഠിക്കുക. ഞാനിപ്പോ നിങ്ങൾക്കൊന്ന് പറയിപ്പിക്കുന്നത് എന്തിനാണ്, ഇപ്പൊ ഗ്രീഷ്മ അത് കഴിഞ്ഞ ക്ലാസ് വരെയും വിചാരിച്ചിരുന്നത് ഓക്കെ എനിക്ക് ടെൻസ് അറിയാം, പ്രസന്റ് ടെൻസ് എനിക്ക് ക്ലിയർ ആണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ് വരെയും ഗ്രീഷ്മ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോ ഗ്രീഷ്മക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് വന്നു, കുറച്ചുകൂടെ ഡൗട്ട്സ് വന്നു. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞാലേ അറിയും. അല്ലാതെ നമ്മുടെ മനസ്സിൽ ഓക്കെ എനിക്കിത് അറിയാം എന്ന് വിചാരിച്ചത് കാര്യമില്ല. പറഞ്ഞുതരുമ്പോ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇത് ക്ലാസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് പ്രശ്നം. അറിയാം. അതെന്തുകൊണ്ടാണെന്നറിയോ ഗ്രീഷ്മ, നമ്മൾക്ക് ഞാൻ പറയുമ്പോൾ ഗ്രീഷ്മക്ക് ഇപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഓക്കെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ആൾക്കത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളതിനെ കുറിച്ച് ഒരുപാട് കാര്യം അറിഞ്ഞിരിക്കണം അല്ലെ. ആ ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അങ്ങനെ വ്യക്തമായ ധാരണ വരണമെങ്കിൽ എന്താണ്, നമ്മൾ അതിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകണം എന്നാ ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് കാണാതെ പഠിച്ചിരിക്കണം എന്നല്ല. മനസ്സിലായോ? നിങ്ങൾ ചെയ്യുന്നത് ഈ യൂണിവേഴ്സൽ ട്രൂത്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഹാബിറ്റ്സ് പറയുന്നത് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കി വെച്ച് നോക്കി നിങ്ങൾക്ക് പല രീതിയിലും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോ ആർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ടെൻസിനെ കുറിച്ച് പറയാൻ പറ്റും. കാരണം അവരിത് മനസ്സിലാക്കുന്നത് വരെയും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ബൈഹാർട്ട് ചെയ്തൊരു വ്യക്തിയാണെങ്കിലോ ഓക്കെ കാണാതെ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് മനസ്സിലാക്കി പഠിക്കുന്നത് ബൈഹാർട്ട് ചെയ്യുന്നത് രണ്ടാണ് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടെൻസ് എങ്ങനെ പഠിക്കണം നിങ്ങൾ തീരുമാനിക്കൂ. എങ്ങനെയാ പഠിക്കണ്ടേ? മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പറയണം കേട്ടോ. തെറ്റിപ്പോകും എന്നുള്ള പേടി വേണ്ട. തെറ്റിലൂടെ മാത്രമേ പഠിക്കൂ. ഞാനും ഈ ടെൻസ് ഇങ്ങനെ പറഞ്ഞത് അത് ഒരുപാട് മിസ്റ്റേക്സ് പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? അല്ലാതെ പെട്ടെന്ന് കിട്ടിയ ഒരു
എന്താ പെട്ടെന്ന് എനിക്കൊരു നോളജ് വന്നതല്ല. ഓക്കെ, ഒരു ദിവസം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്തതിലൂടെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, പുതിയ ഇൻഫർമേഷൻസ്, നോളജ് എല്ലാം കിട്ടുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. അപ്പോ എല്ലാവരും പറയാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ ഞാൻ പറയാം മിസ്സേ എന്ന് പറഞ്ഞു വരൂ. ഞാൻ വിളിക്കാൻ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഓക്കെ, തെറ്റും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്നത്. അല്ലാതെ ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, എല്ലാവരും കറക്റ്റ് ആണ് പറയുന്നത് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇപ്പോ കുറച്ച് ക്ലാസ്സിൽ മാത്രമേ നമ്മൾ പ്രസന്റ് ടെൻസിന് എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതില് സംശയങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങൾ ചോദിക്കുന്നില്ല. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെയും ഈ ടോപ്പിക് തന്നെ എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തിയറീസ് മാത്രം കേൾക്കിയത് കൊണ്ട് കാര്യമില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. അതെല്ലാം നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് അതല്ല വേണ്ടത്. തിയറീസ് അല്ല വേണ്ടത്. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കണം. ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടേ? അതിന് പ്രാക്ടീസ് ചെയ്യണ്ടേ? അല്ലേ? അതിന് ആദ്യം ചെയ്യേണ്ടതാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് ഓരോന്നും പറയാ. ആദ്യം മലയാളത്തിൽ പറയാ, പിന്നെ നമ്മൾക്ക് പയ്യെ അത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷ് പറയണമെങ്കിൽ നമ്മൾ ഈ ടെൻസ് പഠിച്ചേ പറ്റൂ കേട്ടോ. അല്ലാണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല, പേടിയായിരിക്കും. അഗെയിൻ ആ ഒരു പേടി വരും, തെറ്റിപ്പോകോ എന്നൊരു പേടി വരും. പക്ഷെ നിങ്ങൾ ടെൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റിപ്പോകും എന്നൊരു പേടി വരില്ല. ഉറപ്പാണ്, ഷുവർ ആണ് കേട്ടോ, 100% ഷുവർ ആണ്. ഓക്കെ, നിങ്ങൾ ഈ ടെൻസ് പഠിക്കുന്നത് വരെ ഞാൻ ക്ലാസ്സിൽ മാത്രമേ എടുക്കൂ. നിങ്ങൾ ഓക്കെയാണ്. ഓക്കെ മിസ്, ഞങ്ങൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഒരു ഡൗട്ടും പോലും എങ്ങനെ ചോദിച്ചാലും ഞാൻ പറയും. ഈ ടെൻസ് വെച്ചിട്ട് എന്തോരം എക്സാമ്പിൾസ് വേണം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്ക് മാറ്റാം. അതുവരെ നമ്മൾ എടുക്കാം. ഓക്കെ, പറയൂ അഞ്ജന. പ്രസന്റ് ടെൻസ് 4 ഫോമിലാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന്റെ മലയാള അർത്ഥം ചെയ്യുന്നു എന്ന് മീനിങ് വരും. അതായത് അതിന്റെ ഫോം വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ലവ്സ് മീ, ഹി സ്പീക്സ് ഇംഗ്ലീഷ്, ഐ ഈറ്റ് മൈ ലഞ്ച്, ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. അടുത്ത ഫോം എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ചെയ്യുകയാണ് എന്ന് മലയാള അർത്ഥം വരും. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അതായത് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ദേ ആർ വാച്ചിങ് മൂവി, ഐ ആം പ്രിപ്പയർ ഫോർ ആൻ എക്സാം, ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. അടുത്ത ഫോം എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതായത് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. അതായത് ഹി ഹാസ് വാച്ച്ഡ് എ മൂവി, ദേ ഹാവ് ഫിനിഷ്ഡ് their വർക്ക്, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ, ഹി ഹാസ് റിട്ടൺ എ നോവൽ. ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. നാലാമത്തെ ഫോം എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, കണ്ടിന്യൂസ്. അതായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മലയാള അർത്ഥം വരും. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം വരും. അതായത് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ, ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് എ ബുക്ക് ഫോർ 2 hours, ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ് എന്നൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരും. ഇതാണ് മിസ്സേ ഞാൻ പഠിച്ചത്. ഒന്ന് മനസ്സിലാക്കി ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് അന്ന് പ്രിപ്പയർ ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, താങ്ക് യു. ഞാൻ അടുത്ത പറയട്ടെ. പറയൂ. ഓക്കെ, നമുക്ക് ടെൻസിൽ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇങ്ങനെ 4 ടെൻസുകളാണ് നമുക്ക് ഇതുവരെ മിസ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അതിന്റെ ഫോം വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 ആണ്. V1 ഫോം ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കൂടുതലും നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പം നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്.
അപ്പൊ ഈ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ്. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോഴത്തേക്കും വെർബുകൾ വരുന്നത് പ്ലൂറൽ വേർബുകളാണ്. അപ്പൊ ഈ പ്ലൂറൽ വേർബിനെ സിംഗുലർ വേർബ് ആക്കാൻ വേണ്ടി നമ്മൾ എസ്, ഇ എസ്, ഐ എസ് ആ ഓരോ സ്പെല്ലിംഗ് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു പ്ലൂറൽ വേർബിനെ സിംഗുലർ വേർബ് ആക്കിയതിനു ശേഷം മാത്രമേ ഒരു സിമ്പിൾ പ്രസന്റ് ആവട്ടെ എങ്ങനെയാ ഒരു സെന്റൻസിൽ ആ സബ്ജക്റ്റിന്റെ കൂടെ വേർബ് ചേർത്ത് ആ ഒരു സെന്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഐ ലൈക്ക് ഫ്രൂട്ട്സ്. ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ അതുകൊണ്ട് ലൈക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള വെർബിനെ ചേർത്തു. ഇനി അതേ കണക്ക് തന്നെ ലവ് ഫ്ലൈയിങ് കൈറ്റീസ്. പിന്നെ നമ്മൾ പറയാണ് മൈ സൺ മേക്സ് ഹിസ് ബെഡ്. അതിലെ മൈ സൺ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെ സിംഗുലർ ആയിട്ടുള്ള വേർബേ അവിടെ ചേർക്കാൻ പാടുള്ളൂ. മേക്ക് പകരം എസ് ചേർത്ത് മേക്സ് ആക്കി. അപ്പം മൈ സൺ മേക്സ് ഹിസ് ബെഡ് ആയി. ക്ലിയർ അല്ലേ മിസ്സേ ഇതുവരെ? ഓക്കെ. ഇനി രണ്ടാമത് നമ്മൾ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലൂടെയാണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ ചെയ്യുകയാണ്, കാര്യം ചെയ്യുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചെയ്യുകയാണ്, ആ ഒരു അർത്ഥം വരുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അതിന്റെ സബ്ജക്റ്റ്, അതിന്റെ ഒരു ക്രിയേഷൻ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വേർബ് ING ഫോം, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ എവിടേക്കാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആം എപ്പോഴും നമ്മൾ ഐന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഈസ് വരുമ്പം ഷീ, ഹി, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളോടെ ഈസ് യൂസ് ചെയ്യും. ആറ് വരുമ്പോൾ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ദേ, വി, യു എന്നൊക്കെ വരുന്നതിലൂടെ യൂസ് ചെയ്യും. അതിലൊരു എക്സെപ്ഷൻ ഐ മാത്രമേ ഉള്ളൂ ആമിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിമ്മി ടെലിവിഷൻ വാച്ച് ചെയ്യാണ് ഈ സമയം. അപ്പൊ പറയാണ് ജിമ്മി ഈസ് വാച്ചിങ് ടെലിവിഷൻ അറ്റ് ദിസ് മൊമെന്റ് അല്ലെങ്കിൽ അറ്റ് ദിസ് ടൈം, ഇങ്ങനെ പറയാം. ഇനി ജോൺ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്, ജോൺ ഈസ് വർക്കിംഗ് ഇൻ ലണ്ടൻ, ഇങ്ങനെ നമ്മൾ പറയും. ഇനി മൂന്നാമത് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ആ ഒരു കാര്യം പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ് പ്ലസ് V3 ഫോം. ഇവിടെ ഹാസും ഹാവ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാസ്, ഹാവ് യൂസ് ചെയ്യാറുണ്ട്. അതിലൂടെ ഹാസ് നമ്മൾ എപ്പോഴും സിംഗുലർ സബ്ജക്റ്റുകളായിട്ടുള്ള ഹി, ഷീ, ഈറ്റ്, എവരിബഡി ഇതിന്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഹാവ് എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റുകളായിട്ടുള്ള ഐ, യു, വി, ദേ അതിന്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കാം. അപ്പം വി ഹാവ് പ്ലേഡ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട്, they have worked in this field. അല്ലെങ്കിൽ എന്റെ മോം പാചകം ചെയ്തിട്ടുണ്ട്, മൈ മോം ഹാസ് കുക്ക്ഡ് ഫുഡ് ചെയ്തിട്ടുണ്ട്, പാചകം ചെയ്തിട്ടുണ്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഐഡിയ വരും. ഇനി നാലാമത് നമ്മൾ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലൂടെയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയങ്ങളിൽ സന്ദർഭങ്ങളിലൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കൂടുതലും നമ്മൾ ടൈം ഡ്യൂറേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ ഒരു ഫോർമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ് പ്ലസ് ബി പ്ലസ് വേർബ് ING, ഇതാണ് അതിന്റെ ഒരു ഫോം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ രാവിലെ മുതലേ പഠിപ്പിക്കുകയാണ്, ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ്. ഇനി ഞാൻ ചോദിക്കാം, നീ എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ എന്ന് നമ്മൾ ചോദിക്കും. ഇനി ഞാൻ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു ലേൺ ഇംഗ്ലീഷ്. പിന്നെ ഇനി അവൾ പാട്ട് പാടുകയാണ്, ഷി ഹാസ് ബീൻ സിംഗിങ് എ സോങ്. ഇങ്ങനെ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? എനിക്ക് ഇത്രയൊക്കെയാണ് മനസ്സിലായത്. പറയേണ്ടുള്ള രീതിയിലായോന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര ഹറി ആയതുകൊണ്ട് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ. ദെൻ അശ്വിനി പറയാന്ന് പറഞ്ഞല്ലോ. ആ മിസ്സേ പറയാന്ന് പറഞ്ഞു. അതായത് നമ്മൾ ടെൻസിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. ടെൻസ് നമുക്ക് 3 വിധത്തിലുണ്ട്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിനെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു,
ചെയ്യുന്ന കാര്യത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1 അതാണ് ഫോർമാറ്റ്. പിന്നെ ഇതിനകത്ത് തന്നെ സബ്ജക്റ്റുകളെ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ വെർബെന്നും നമ്മൾ ഇതിനകത്ത് പറയുന്നു. വെർബിനെ തന്നെ V1, V2, V3 നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇറഗുലർ വെർബ്സും റെഗുലർ വെർബ്സും ആണ് വരുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും നമ്മൾ യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും നമ്മൾ യൂസ് ചെയ്യുന്നു. പ്ലൂറൽ വെർബിന്റെ കൂടെ പ്ലൂറൽ വെർബ്സിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കംസ്, ഈറ്റ്, ഗോ എന്നിവയൊക്കെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് ES, HS എന്നിവയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്, ഹി സ്പീക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് റുട്ടീന്റെ കൂടെ യൂണിവേഴ്സൽ ട്രൂത്തിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ചെയ്യുകയാണ്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ് എന്ന് പറയുന്നതിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫോർമാറ്റ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് ING ഫോം. അതായത് ഇതിനകത്ത് ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ്, ആം, ആർ ഓക്സിലറീസ്. ഈ ഈസ്, ആം, ആർ എന്ന ഓക്സിലറി പ്രസന്റ് കണ്ടിന്യൂസിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഐ എന്ന് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് ആം എന്നതിന്റെ കൂടെയാണ്. അതുപോലെ തന്നെ ഈസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ് എന്നതിന്റെ കൂടെയാണ്. അതുപോലെ ആറായാലും യു, വി, ദേ എന്നതിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് പറയാം. ടുമോറോ ഐ ആം ഗോയിങ് ഫോർ ആൻ എക്സാം എന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വന്ന ഒരു ടെൻസിനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതിന്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് ഹൗ പ്ലസ് V3. വെർബിന്റെ മൂന്നാമത്തെ വേർഷൻ V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു കാര്യം മുമ്പേറെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സിംഗുലർ സബ്ജക്റ്റ് ആയ ഹി, ഷീ, ഹി എന്നിവന്റെ കൂടെ ഹാസ് കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഐ, യു, ദേ, വി എന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും യൂസ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നാലാമത്തെ ഫോമായ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ മുമ്പ് ചെയ്ത പ്രവൃത്തി ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ ലോങ് യു ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. എത്ര നാളായി ഇവിടെ നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. മിസ്സേ ഓക്കെ ആണോ? ഇനി ആരാ പറയാ? ആരെങ്കിലും പറയുന്നുണ്ടോ? Anyone? ഇല്ല, പറയുന്നില്ല. പറയുന്നില്ലല്ലോ. ഞാൻ പേര് വിളിക്കണോ? പറയുന്നുണ്ടോ? അമൃത പറയുന്നുണ്ടോ? അമൃത, അരുണിമ, റീഹ, വെച്ചിട്ട് കാര്യമില്ല, ആരെങ്കിലും ഓക്കെ. സോ പറഞ്ഞവർക്ക് എന്ത് തോന്നുന്നു? ക്ലിയർ ആണോ? നിങ്ങൾക്ക് പറഞ്ഞപ്പോ കുറച്ച് ക്ലിയർ ആയോ? നല്ലപോലെ ക്ലിയർ ആയി.
യെസ് മിസ്. ഓക്കെ, ടെൻസ് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെ വേണമെങ്കിലും പറയാലോ അല്ലെ? ആ ശ്രമിക്കാം. ഇപ്പോ നിങ്ങൾ മലയാളത്തില് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ടെൻസ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞല്ലോ. അത് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോ അല്ല, പ്രിപ്പയർ ചെയ്തിട്ട് പറ്റുമോ? യെസ് ഐ ക്യാൻ. Then അതൊക്കെ പറ്റും. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പൊ ആണോ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ടത്? ഇപ്പൊ അല്ല. പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഫീലിംഗ് ആണോ? ശ്രമിക്കാം മിസ്. അശ്വിനി ചെയ്യാം. ആ മിസ് ശ്രമിക്കാം. പറയൂ അഞ്ജന. ട്രൈ ചെയ്യാം മിസ്. ട്രൈ ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ ചെയ്യൂ കേട്ടോ. ഇംഗ്ലീഷ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾ സ്വയം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അത് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ മിസ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് പറ്റാത്തായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ കുറെ പേര് സംസാരിക്കുന്നേ ഇല്ല. സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കാണ് വെച്ചാല് പഠിക്കുക. നമ്മള് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്തിനാണ്? പഠിക്കാൻ വേണ്ടിയല്ലേ? തിയറീസിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് കിട്ടും, അവൈലബിൾ ആണ്. അത് വാങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് തിയറീസ് എല്ലാം കിട്ടും. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ആവശ്യം തിയറീസ് ആണോ? തിയറിക്ക് വേണ്ടിയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ആണോ? സംസാരിക്കണം. ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ സംസാരിക്കണം, പേടിയാണ്, കോൺഫിഡൻസ് ഇല്ല അല്ലെ? ഇതൊക്കെ മാറ്റാൻ നിങ്ങൾ റെഡിയാണെന്ന് പറയുകയും ചെയ്യുന്നതാണ്. ശരിയല്ലേ? പറഞ്ഞ് ക്ലാസ്സിലെ കുറച്ചു പേര് മാത്രമായി. അപ്പൊ ആ ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന് പറഞ്ഞ കാര്യമാണ്, ജോയിൻ ചെയ്യുന്ന ടൈമില് ഫസ്റ്റ് ക്ലാസ്സിലോ ഉള്ള അത്രയും സ്റ്റുഡൻസ് ഒന്നും പിന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞാണ്. മനസ്സിലായോ? അതിന്റെ കാരണം എന്താണ്? ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല. അതാണ്. മനസ്സിലായോ? ഒരുപാട് ആഗ്രഹിക്കുകയും വേണം, അതിൽ കൂടെ നമ്മളത് പരിശ്രമിക്കുകയും വേണം, ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും അതിന്റെ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കണം, എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? സംസാരിക്കാൻ പറ്റുമോ? കിട്ടിയില്ല. മനസ്സിലായോ? അത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാൻ പോകും. ഇംഗ്ലീഷ് സംസാരിക്കണം ഒരു നിർബന്ധവും ഇല്ലേ. ഇപ്പൊ ഇത്രയും നേരം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് ഇംഗ്ലീഷിലല്ലോ മലയാളത്തിലല്ലേ? മനസ്സിലായ കാര്യങ്ങൾ മലയാളത്തിൽ പറയാനേക്കാളും ധൈര്യം കാണിക്കാം. ഓക്കെ, ആ കോൺഫിഡൻസ് എങ്കിലും ഇൻക്രീസ് ആവും. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പതുക്കെ പറ്റുള്ളൂ, പെട്ടെന്നൊന്നും നടക്കില്ല. മനസ്സിലായോ? കേൾക്കുന്നുണ്ട്? എല്ലാവരും കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കുന്നുണ്ട്. സത്യമാണ് മിസ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട് മിസ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ലിമിറ്റ്സ് ഉണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ എന്ന് പോലും നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇംഗ്ലീഷിൽ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ടീച്ചറിന്റെ കുഴപ്പമല്ല കേട്ടോ, നിങ്ങൾ സംസാരിക്കാത്തതിന്റെ കുഴപ്പമാണ്. ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, മാക്സിമം പറയാൻ നോക്കുന്നുണ്ട്, അല്ലെ? പറയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വിളിക്കാറുണ്ട്, പറയുമെന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാ ക്ലാസ്സിലും എല്ലാ ദിവസവും വന്ന് പറയുന്നുണ്ട്. മിക്ക ക്ലാസ്സിലും ഞാൻ വന്ന് പറയുന്നുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇമ്പ്രൂവ് യുവർ സെൽഫ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മാറ്റം ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങൾ എത്ര ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്താലും എങ്ങനെയൊക്കെ നിങ്ങൾ ഏതൊക്കെ വീഡിയോസ് ആണെങ്കിലും വീഡിയോസോ ബുക്സോ എങ്ങനെയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാലും പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും ഒരു ലാംഗ്വേജും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഷുവർ ആണ്. ഓക്കെ, അതിനൊരു ധൈര്യം കാണിക്കും. ഫസ്റ്റ് ചെയ്യേണ്ടത് ഫേസ് ചെയ്യാം. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ്? ആദ്യം ഒന്ന് ഫേസ് ചെയ്യോ. എന്ത് പ്രോബ്ലം നമ്മൾ വന്നാലും ഫേസ് ചെയ്യാൻ നോക്കാം. അന്നേരം അത് നമ്മള് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ഈ സംസാരിച്ചവർക്കെല്ലാം ഫസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാൻ പേടിയായിരുന്നു. ശരിയല്ലേ? ഭീഷ്മ, അശ്വിനി, അഞ്ജന? ശരിയാ മിസ്. ശരിയാ മിസ്സേ.
ഇപ്പൊ ശരി. ഇപ്പൊ പേടിയുണ്ടോ? ഇല്ലല്ലോ. പേടിയൊന്നുമില്ല. അങ്ങനെ പേടിയില്ല. എനിക്ക് പിന്നെ പണ്ടേ പേടിയില്ല മിസ്സേ. ഓക്കെ, നമുക്ക് പേടിച്ചതിന്റെ കാര്യമില്ല കേട്ടോ ജീവിതത്തില്. എപ്പോഴും പേടിച്ചിരിക്കേണ്ടി വരും. മിസ് എക്സാം എപ്പോഴത്തേക്കാന്ന് എന്തെങ്കിലും അറിയാമോ? എന്തോ എക്സാം എപ്പോഴത്തേക്കാന്ന് എന്തെങ്കിലും അറിയാവോ? എക്സാമോ? എന്തിന്റെ എക്സാം വേണം? ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷിന്റെ വേണ്ട, അതല്ല, മറ്റേ എക്സാമുകളില്ലേ? അറിയില്ലല്ലോ. ഇപ്പൊ മോഡൽ എഴുതാൻ ചാൻസ് ഉണ്ടല്ലോ. ഫസ്റ്റ് മോഡ്യൂളുടെ എക്സാം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കറക്റ്റ് ആണ്. ടൈം വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ടീച്ചർ വരുന്ന ചോദിച്ചു കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞതെല്ലാം ക്ലിയർ ആയോ? ഒരു ക്ലാസ് കൊണ്ടൊന്നും മറന്നു കളയുക. കാര്യങ്ങള് നിങ്ങള് മനസ്സിൽ വെക്കുക. ഒരിക്കലും മറക്കരുത്. മിസ്സേ, നമ്മൾ ഇന്ന് ഏതെങ്കിലും എടുക്കുന്നുണ്ടോ പുതിയത്? പുതിയ ടെൻസ് എടുക്കാം, പക്ഷേ സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആയി എന്നൊന്നും ആരും പറയുന്നില്ല. എനിക്ക് ഫുൾ ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, മലയാളം പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്താലോ? ഓക്കെ ഓക്കെ മിസ്. മലയാളം പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ കേട്ടോ. ഞാൻ ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. പറയൂ പറയൂ, എല്ലാവരും പറയൂ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ക്ലാസ് എന്നല്ലേ? I am listening the class. Yeah. Okay. I'm listening to class. Which class? Then അവൾ സിനിമ കാണുകയാണ്. ഇങ്ങനെ മലയാളം പറയുമ്പോൾ നമുക്ക് സ്പോട്ടിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ടെൻസ് പഠിക്കുക. മിസ്, അടുത്ത ആരാ പറയുന്ന മലയാളം? ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഓൾറെഡി പറഞ്ഞ. അതെങ്ങനെയൊക്കെ പറയൂ. അവൾ സിനിമ കാണുകയാണ്, അതെങ്ങനെയാ പറയാ? She's watching movie. Yeah, she's watching a movie. A movie. വന്നോട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് മലയാളത്തിൽ അത് പറയുമ്പോൾ ഒരു എന്നാണെങ്കിലും, പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. അത് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഒരു എന്നും കുറച്ച് നല്ലതാണ്. She's watching a movie. എന്നാ പറയാ കേട്ടോ. നോട്ട് എ എന്നല്ല പറയാ. She's watching a movie. അങ്ങനെ പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞ എല്ലാവരും. She's watching a movie. കേക്കട്ടെ, എല്ലാവരും പറയൂ. മൂവി. നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. മാക്സിമം സംസാരിക്കാൻ നോക്കാം. അത് ഒരു ആയിക്കോട്ടെ, സംസാരിക്കാം. ഒരു ഫ്ലെക്സിബിലിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളി വീഴും. എവിടെയെങ്കിലും ആരുടെങ്കിലും മുന്നിൽ പോയി സംസാരിക്കുമ്പോ വെള്ളി വീഴും കേട്ടോ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അവൾ എല്ലാ ദിവസവും ബുക്ക് വായിക്കുന്നു. എങ്ങനെ പറയാം? എന്തായിരുന്നു മിസ്സേ? അവൾ എല്ലാ ദിവസവും ബുക്ക് വായിക്കുന്നു. She reads book every day. പറഞ്ഞോളൂ കേട്ടോ, ഓരോരുത്തർ പറയൂ. അവൾ എല്ലാ ദിവസവും ബുക്ക് വായിക്കുന്നു. പറയുന്നവർക്ക് പറയാട്ടോ. ഒരാൾ പറഞ്ഞു എന്ന് വെച്ച് പറയാതിരിക്കണ്ട, പറയൂ. She reads book every day. She reads book every day. Yeah, she reads book every day. Yeah. Read She reads book every day. She reads എന്ന് വരും. She സിംഗുലർ ആയതുകൊണ്ട്. She reads. Okay. She reads ആണ്. Okay. Then അവർ ഒരുപാട് സംസാരിക്കുന്നു. They speak a lot. Then കറക്റ്റ് ആണോ?
താങ്ക് യു മിസ്സേ, താങ്ക് യു. വേറെ രീതിയിലും പറയാം. നോക്കിയേ, ഒരുപാട് സംസാരിക്കുന്നു, ഒരുപാട് നമുക്ക് പല രീതിയിലും ഇംഗ്ലീഷിൽ പറയാനോ. They talk a lot. അങ്ങനെ പറഞ്ഞേ. Yeah, they talk a lot. Then അവർ മഴയത്ത് കളിക്കുകയാണ്. yeah, അറിയോ? They are playing in the rain. അവർ മഴയത്ത് കളിക്കുകയാണ്. They are playing in the rain. They are playing in rain. പറയാം. They are playing in the rain. പറയാം. Then അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. They are writing a book. They are writing a book. ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. She has been. അവളാണോ അവരാണോ? അല്ല, ഒരാള് പറയും ഗ്രീഷ്മ ഒന്ന് മ്യൂട്ട് ചെയ്യോടാ. മിസ് എന്തോന്ന് പറഞ്ഞേ? അവർ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദേ ഹാവ് ബീൻ വരുമോ മിസ്? ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ദേ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. They have been writing a letter. Okay, they have been writing a letter. ഇവിടെ സംസാരിക്കുന്നവർ കുറച്ചുപേരുണ്ട്. അവർ സംസാരിച്ചോട്ടെ കേട്ടോ. അവർ സംസാരിച്ചു, ഓക്കെ, അവര് ആൻസർ പറഞ്ഞു എന്ന് വിചാരിച്ച് വേറെ ആരും പറയാതിരിക്കണ്ട. മനസ്സിലായോ? കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് അച്ചീവ്മെന്റ്സ് കിട്ടാറുള്ളൂ പൊതുവെ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഓക്കെ, അവള് പറഞ്ഞല്ലോ, ആൻസർ അവള് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും മിണ്ടാതിരിക്കണ്ട കേട്ടോ. നിങ്ങൾ കൂടെ പറയാം. സോസിയ പറയുന്നത് കേൾക്കാൻ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞോ? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. സോസിയ അൺമ്യൂട്ട് ആണല്ലോ. സംസാരിച്ചേ. കേൾക്കുന്നില്ല കേട്ടോ. സോസിയ കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആണ്. പക്ഷെ വോയിസ് കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ. അവര് ജ്വല്ലറി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലേ ദേ ഹാവ് ബീൻ സെലക്ടിങ് ദ ജ്വല്ലറി. പിന്നെ നമ്മുടെ ഡേ ടു ലൈഫില് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? നമ്മൾ മലയാളത്തിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ചെയ്യുകയാണ് എന്നും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് രണ്ട് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയായിരിക്കും അവിടെ. ഓക്കെ. പിന്നെ നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ട് നമുക്ക് ഷുവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ രാവിലെ മുതൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. മനസ്സിലായോ? അല്ലാതെ പറയുന്ന മിക്ക കാര്യങ്ങളിൽ നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് മാത്രമേ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ പൊതുവെ. ഓക്കെ. ഇപ്പൊ അവര് ജ്വല്ലറി സെലക്ട് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാലോ. സെലക്ടിങ് ജ്വല്ലറീസ് എന്ന് പറയാം. സിമ്പിൾ ആണ്. മനസ്സിലായോ? രണ്ടും പറയാം, പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതാണ് ദേ ആർ സെലക്ടിങ് ജ്വല്ലറീസ് അല്ലെങ്കിൽ ദേ ആർ ചൂസിങ് ജ്വല്ലറീസ് എന്നൊക്കെ നമുക്ക് പറയല്ലേ. അങ്ങനെയായിരിക്കും നമ്മൾ മോസ്റ്റ്ലി പറയാം. പക്ഷെ നമ്മളൊരു ടൈമിംഗ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ യൂസ് ചെയ്യണം. ടൈമിംഗ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര സമയമായിട്ട് ഞാൻ കൊണ്ടിരിക്കുകയാണ്, എത്ര സമയം മുതൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് വെച്ച് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അവര് ഞാൻ പറയട്ടെ, അവര് 4 മണിക്കൂർ കൊണ്ട് ജ്വല്ലറി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ദേ ഹാവ് ബീൻ സെലക്ടിങ് അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ ചൂസിങ് ദ ജ്വല്ലറി സിൻസ് 4 hours. സിൻസ് അല്ല, 4 hours. ഫോർ 4 hours സിൻസ് യൂസ് ചെയ്യണ്ട. അപ്പൊ 4 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ സിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. 4 മണിയാണെങ്കിൽ ഓക്കെ, 4 മണി മുതൽ അവര് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂർ ആയിട്ടാണെങ്കിൽ 4 hours എന്ന് പറയാം. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും 4
4 മണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഉദ്ദേശിക്കുക, അതൊന്നും പറഞ്ഞുതരോ മിസ്സേ? ഇപ്പൊ നമ്മള് മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെയല്ലേ പറയാ, അവർ 4 മണി മുതല് ഒരു ജ്വല്ലറി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 4 മണി മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുതൽ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ, അതായത് സിൻസ് യൂസ് ചെയ്യണം. They have been choosing jewelries since 4 o'clock എന്ന് പറയാം. ഇനി അവർ 3 മണിക്കൂറായിട്ട് ജ്വല്ലറി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ they have been choosing jewelries for 3 hours എന്ന് പറയാം. ഓക്കെ 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 സെറ്റ്. അത് ഞാനൊന്ന് എഴുതട്ടെ മിസ്സേ, ഒരു മിനിറ്റ്. പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻ പഠിക്കുക. ഫോർ മീൻസ് ആയിട്ട്, വേണ്ടി എന്നൊക്കെ വരും. ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം. അപ്പോൾ അവിടെ ഫോറിന് മീനിങ് വന്നത് വേണ്ടി എന്നാണ്. ഞാൻ 3 മണിക്കൂറായിട്ട് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം ഫോർ 3 hours. 2 ഫോർ യൂസ് ചെയ്ത് ഈ 2 ഫോറിനും 2 മീനിങ് ആണ് വരെ. മനസ്സിലായോ? They have been waiting for him for 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേണ്ടി ആയിട്ട് ഇന്ന് 2 മീനിങ്ങില് നമ്മൾ ഈ ഫോർ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. മിസ്സേ നേരത്തെ പറഞ്ഞാൽ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ എന്നല്ലേ പറയാ? അതിൽ ഹാവ് ബീൻ ചേർക്കുന്നതിന്റെ ഒന്ന് പറഞ്ഞത്. നമുക്ക് അവൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പൊ ടെൻസ് പഠിക്കുന്നത് കൊണ്ട് നമുക്കത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് യൂസ് ചെയ്യാം, സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായോ? സംസാരിക്കുമ്പോ ഇനിയിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് സംസാരിച്ചുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാട്ടോ, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഈ ഒരു ടെൻസ് ആയിരിക്കും എന്നാ ഞാൻ പറഞ്ഞേട്ടോ. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അസോസിയേറ്റ് കേൾക്കാം. കേൾക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ നമുക്ക്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ടൈം പീരീഡ് തന്നാലല്ലേ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ? ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ യൂസ് ചെയ്യുന്നത്? അതായത് നമ്മള് മലയാളം സംസാരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് മലയാളം സംസാരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുകയാണ് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഒന്നാണ്. മനസ്സിലായോ? പക്ഷെ അവിടെ ഒരു ടൈം പീരീഡ് വരുമ്പോഴാണ് ഓക്കെ അവൻ ഇത്രയും ടൈം ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. മനസ്സിലായോ? അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് പറയാൻ പറ്റും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുകയാണ് എന്ന് പറയുന്നത് രണ്ടും ഒന്നായിട്ട് കാണുന്നവരുണ്ടാകാം. അപ്പൊ അവർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ യൂസ് ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരാൾക്ക് കാര്യം കൺവേ ആവാൻ വേണ്ടി മാത്രമാണ് അല്ലെ. അപ്പൊ ആ രീതിക്ക് നമുക്ക് ഈ ടെൻസ് അങ്ങോട്ട് മാറ്റി പറഞ്ഞത് കൊണ്ടും തെറ്റൊന്നുമില്ല. അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊക്കെ പറയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൽ തെറ്റുണ്ടോ, നമ്മൾ പറയുന്നത് കറക്റ്റ് ആണോ ഇത് നമുക്കൊരു ധാരണ വരും. ഇപ്പൊ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ്, ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി മിസ്. മനസ്സിലായി മിസ്. ക്ലിയർ ആണല്ലേ? ഓക്കെ. ഇനി ഞാൻ സിനിമക്ക് പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? I have watched that movie. I have watched the movie. കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു കാര്യം ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിലാണ് കൊടുക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുവല്ലോ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മിസ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിലാണ് അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റ്. വെയിറ്റ് ചെയ്യും. അപ്പൊ ചിന്തിക്കട്ടെ. അപ്പൊ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. വാച്ച് I have watched a movie. ഐ ഹാവ് വാച്ച്ഡ് എ മൂവി. ഒരു പടം കണ്ടിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ ശരി? പെർഫെക്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം പ്രസന്റില് നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നു.
അതിന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ പറയാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്, ഞാനത് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഈ എനിക്കൊരു കാർ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് കാർ ഉണ്ട് എന്ന് പറയുന്നത്. I have car, she has car. We അങ്ങനെയല്ലേ? have a car. she has a car. അവർക്ക് കാർ ഉണ്ട്. she has a car. ഒരു കാര്യം ഒരാൾക്ക് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഈ പറയുന്ന ഹാസ് ബീൻ ഹാവ് യൂസ് ചെയ്യും. അത് ഹാസ് ഹാവ് യൂസ് ചെയ്യേണ്ടത് സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് കേട്ടോ. സിംഗിൾ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രസന്റ് ടെൻസിൽ മാർക്ക് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് നോക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എന്നിട്ട് മാത്രമേ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം ഓരോ ടെൻസ് നമ്മൾ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാൻ പടം കണ്ടിട്ടുണ്ട്. ഐ ഹാവ് വാച്ച്ഡ് എ മൂവി എന്ന് പറയുന്നു. ഞാൻ ഒരു പടം സ്പെസിഫിക് ആയിട്ട് പറയാണ്, പുലിമുരുകൻ എന്ന പടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഐ ഹാവ് വാച്ച്ഡ് ദ മൂവി എന്ന് പറയുന്ന ഇതില് ഐ ഹാവ് വാച്ച്ഡ് പുലിമുരുകൻ മൂവി, അങ്ങനെയാണോ? അതായത് ഇപ്പോ റസി എന്നോട് പറയാണ് എനിക്ക് പുലിമുരുകൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത് കാണണമെന്നുണ്ട് എന്നൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് മുഴുവൻ. ഓക്കെ, അപ്പൊ റസി ഒരു ദിവസം എന്നോടൊന്ന് പറയാണ് ഐ ഹാവ് വാച്ച്ഡ് ദ മൂവി എന്ന് പറയാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കണം? ഓക്കെ, റസിയ പുലിമുരുകൻ കണ്ടു. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത അവിടെ ആർട്ടിക്കിൾ ദായാണ്, സ്പെസിഫിക് ചെയ്ത് പറഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ഒരു സിനിമയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് റസി എന്നോട് വന്ന് പറയുന്നത് ഐ ഹാവ് വാച്ച്ഡ് ദ മൂവി. ഓക്കെ, അപ്പൊ കേട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം റസിയ പറഞ്ഞത് പുലിമുരുകനെ പറ്റിയാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി? അവിടെ ആർട്ടിക്കിൾ ദാ യൂസ് ചെയ്തത് കൊണ്ട് മാത്രം. മനസ്സിലായോ? നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ആർക്കും അറിയാം, എനിക്കും അറിയാം എന്താണ് നിങ്ങൾ പറയുന്നതെന്ന്. യെസ്, അത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ സ്പെസിഫൈ ചെയ്തപ്പോ ആണ് നമ്മളോട് ദാ യൂസ് ചെയ്തത് അവിടെ. പക്ഷെ അതേസമയം ഹാവ് വാച്ച്ഡ് എ മൂവി എന്ന് പറയുമ്പോ ഏത് മൂവിയാന്ന് അറിയത്തില്ല. ഒരു പടം കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ ഉള്ളൂ, ഏത് പടമാന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്വസ്റ്റ്യൻ വരും, വിച്ച് മൂവി എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. ചോദിക്കും മൂവി. അതാണ് ആർട്ടിക്കിൾ. ഇത് ആർട്ടിക്കിൾ ആണ് കേട്ടോ. ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുവാണ്, ഇപ്പൊ ഞാൻ വന്ന് ഇപ്പൊ മിസ് വന്ന് എന്നോട് പറയാണ് ഐ ഹാവ് വാച്ച്ഡ് എ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ വരും, വിച്ച് മൂവി യു വാച്ച്ഡ്, നീ ഏത് മൂവിയെ കണ്ടേന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷെ അതേസമയം നേരത്തെ നമ്മൾ തമ്മിൽ ഒരു ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു മൂവിനെ കുറിച്ചിട്ട്. പുലിമുരുകൻ എന്നൊരു മൂവിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ പിറ്റേന്ന് വന്നിട്ട് ഞാൻ പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടി ഏത് മൂവിയെ കണ്ടേന്നുള്ളത്. ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോഴാണ് ഐഡിയ കിട്ടാട്ടോ, അല്ലാതെ കിട്ടില്ല. മനസ്സിലായോ? ഓക്കെ ഓക്കെ, എനിക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ആർട്ടിക്കിളിന്റെ കേസ്, അതുകൊണ്ട് ഒരു ഐഡിയ ആയി. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോ സിമ്പിൾ ആണ്. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു പേനാണെന്ന് വിചാരിക്കാം. ആ പേന ഞാൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പേന ഞാൻ തന്ന പേനാണെന്ന് മനസ്സിലാവണ്ടേ? പ്ലീസ് ഗീവ് വിത്ത് പെൻ എന്ന് ചോദിക്കണം. പ്ലീസ് ഗീവ് വിത്ത് പെൻ. ആ പേന തരുമോ? ഏത് പേനയാണ് നിങ്ങൾ കുറേ എനിക്കും അറിയാം. മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ് പ്ലീസ് ഗീവ് മി എ പെൻ, ഏതെങ്കിലും ഒരു പേൻ എനിക്ക് തരുമോ? പ്ലീസ് ഗീവ് മി എ പെൻ. രണ്ടും രണ്ടാണ് ആർട്ടിക്കിൾ. ഇങ്ങനെ മനസ്സിലാക്കും. ഇതാണ് ആർട്ടിക്കിൾ. ദ ആൻഡ് ആ രണ്ടും ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ പറയാനുണ്ട്, വഴിയെ പറയാം. നമ്മുടെ സെയിം സിറ്റുവേഷൻ അറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മിസ്സേ. എന്തോ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണെങ്കിൽ നമ്മൾ അറ്റും, അല്ലെങ്കിൽ അറ്റ് നോക്കാതെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രൊപ്പോസിഷൻ അല്ലേ? ആക്ട് ഒക്കെ പ്രൊപ്പോസിഷൻ അല്ലേ? അതെ പ്രൊപ്പോസിഷൻ ചെയ്യാനൊക്കെ ഇപ്പം ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും ഇന്ന കോളേജിലാണെന്ന് പറയുന്നതും അറ്റ് ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊപ്പോസിഷൻ എടുത്തിട്ട് കറന്റ്ലി ടീച്ചിങ് ഇൻ എ കോളേജ്, ഇന്ന കോളേജ് പറഞ്ഞു, പിന്നെ അറ്റ് ഏത് കോളേജാണെന്ന് മെൻഷൻ ചെയ്യുന്നൊരു ഉണ്ടായിരുന്നല്ലോ. ഒരു കേസ് ഉണ്ടായിരുന്നു ആ മിസ്, എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് SN കോളേജിലാണ് ഒരാള് ആണോ സൂസിയ? അതെ, കറന്റ്ലി ടീച്ചിങ് അറ്റ് SN കോളേജ് കൊല്ലൂർ, കറന്റ്ലി ടീച്ചിങ് ഇൻ എ കോളേജ്, അങ്ങനെ ഇൻ എ കോളേജ്. ഓക്കെ, അത് സെറ്റാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ സംസാരിച്ചവരെല്ലാവരും തന്നെ പ്രസന്റ് ടെൻസ് നമ്മൾ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തത്, നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു, മലയാളത്തിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു, അത് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അതുപോലെ കുറച്ചുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ. ക്ലിയർ മിസ്. മേ ഐ ലീവ് ദിസ്? എന്തോ? മേ ഐ ലീവ് ദിസ് ക്ലാസ്? ഓക്കെ, ഞാനും പോവാണ്. Okay, bye. See you later. Okay, thank you all. See you on the next class. Thank you, miss. താങ്ക് യു മിസ്. Bye.